അതിലെന്ത് വന്നാലും ഇത് എത്ര വരെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ പോയില്ല എങ്കിൽ ഞാൻ എൻ്റെ കുട്ടി ജീവൻ കൊടുക്കും. എന്നിട്ട് അതെന്താ വെച്ചാൽ ഒരു തെളിയിപ്പിക്കട്ടെ. ഇതിൽ മുഖ്യധാരന് CI ആണ്, നാട്ടിൽ പോലീസ് സ്റ്റേഷനിലെ CI ഹബീബുള്ള എന്ന് പറയുന്ന സാറാണ് ഇതിൻ്റെ എല്ലാ സൂത്രധാരനും. വേറെ ആരും എനിക്ക് സിയുടെ പേരിൽ നല്ല പരാതി ഉണ്ട്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. 14 വയസ്സിന് താഴെയുള്ളവർക്കായി നടത്തിയ ഫുട്ബോൾ കളിക്കിടെ ഫൗളിനെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ പേരിൽ ഒരു സംഘം യുവാക്കൾ കുട്ടികളെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചതായി കുട്ടികളുടെ മാതാപിതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കുട്ടികളെ സംഘം ചേർന്ന് ആക്രമിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചിട്ടും ദുർബല വകുപ്പ് മാത്രം ചേർത്ത് കേസെടുത്തതായി കാണിച്ച് പരിക്കേറ്റ താഴേക്കോട് വെസ്റ്റ് പുളിക്കാടൻ അബ്ദുൾ ഖാദറിന്റെ ഭാര്യ സ്തിയ മുഖ്യമന്ത്രി, DGP, ചൈൽഡ് ലൈൻ അടക്കമുള്ളവർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം കുട്ടികളെ മർദ്ദിക്കുന്നതറിഞ്ഞ് രക്ഷിക്കാനെത്തിയ ബന്ധുവിനെ മർദ്ദിച്ച് അവശനാക്കുകയും കള്ളക്കേസിൽപ്പെടുത്തിയതായും പറയുന്നു. ഫെബ്രുവരി 8 ഉച്ചയ്ക്ക് പുല്ലരിക്കോട് മൈതാനിയിൽ കാപ്പുപറമ്പും പുല്ലരിക്കോടും തമ്മിൽ ഫുട്ബോൾ മത്സരം നടന്നു. 14 വയസ്സുള്ള കുട്ടികളുടെ കളിക്കിടെ ഫൗളിനെ ചൊല്ലി കശപിശയുണ്ടായി. ഇത് കളി സംഘടിപ്പിച്ചവർ പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നത്രേ. കളി കഴിഞ്ഞ് സഫിയയുടെ മകൻ മുഹമ്മദ് ഋഷീൻ, കൂട്ടുകാരായ ഹാദി ഷഫ്സിൽ, അഫ്താബ്, നിഹാൽ, റയാൻ, മോസിൻ എന്നിവരും മറ്റ് 4 പേരും പുത്തൂർ റോഡിൽ വീട്ടിലേക്കുള്ള ബസ് കാത്തു നിൽക്കുമ്പോൾ കാറിലും ബൈക്കിലുമായി വന്ന 15 അംഗ സംഘമാണ് മാരകായുധങ്ങളുമായി എത്തി ആക്രമിച്ചത്. ഞങ്ങള് കഴിഞ്ഞ ഞായറാഴ്ച പുല്ലരിക്കോട് റോഡിന് ഒരു വണ്ടി ടൂർണമെന്റ് ഉണ്ടായിരുന്നു. അതിന് പോയി കളി കഴിഞ്ഞ് വരും കടിയിൽ നിന്ന് ബസ് വരുമെന്ന് പറഞ്ഞു. വന്നു 5 മണിക്ക് ഒരു ബസ് ഉണ്ട് പറഞ്ഞിരുന്നു. അതിന് കാത്തുക്കുന്ന ടൈമിൽ 3 ചെറുക്കന്മാര് അതിൽക്കൂടി വണ്ടി കൊണ്ട് പോയി. ഞങ്ങൾ കളീൻ്റെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ അവരെന്തെങ്കിലും ഇവിടെ നിന്ന് കൂട്ടം കൂടി എന്ന് പറയണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളാരാ, ഞങ്ങൾക്കറിയില്ലല്ലോ പറഞ്ഞു. അതിൽ ഒരുത്തനെ തല്ലി. പിന്നെ ഞങ്ങൾ പിടിച്ചാറ്റാൻ ചെന്നേക്ക് ഞങ്ങളെയും തല്ലി. നല്ലോണം തച്ചു. ഓരോരുത്തർ ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വടി, കമ്പി, അങ്ങനത്തെ. അക്രമത്തിൽ പരിക്കേറ്റ മുഹമ്മദ് ഋഷീൻ, ഹാദി ഷഫ്സിൻ, നിഹാൽ എന്നിവരെ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഹമ്മദ് ഋഷീൻ, നിഹാൽ എന്നിവരെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നാട്ടുകൽ പോലീസിൽ നൽകിയ പരാതിയിൽ നിസാര വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തതെന്നും മാതാപിതാക്കൾ പറയുന്നു. സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ അടി നടക്കുന്നുണ്ട് സാറേ, ഒന്ന് ചെല്ലി, ഞങ്ങളല്ലെങ്കിൽ ഞങ്ങളെ ബാക്കിയുള്ളവരെ മരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടികൾക്കൊരു ഗ്ലാസ് വെള്ളം കൊടുത്ത പോലെ അങ്ങനെ തിരിച്ചു വിട്ടു. ഇവർ ചെന്നില്ല. അങ്ങനെ ഇളയച്ചൻ്റെ കുട്ടി എനിക്ക് വിളിച്ചിട്ടാണ്, മൂത്തമ്മ അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, വേഗം നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ട് പറയുന്ന പറഞ്ഞപ്പോൾ എൻ്റെ ആങ്ങളെ ഞാൻ വിളിച്ച് പറഞ്ഞ് ഓൻ അവിടെ ചെന്നപ്പോൾ ഈ കുട്ടികളെ അതിശക്തമായിട്ട് മർദ്ദിക്കണതാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെ ഓൻ ചെന്നെന്ന് കണ്ടപ്പോൾ ഇവനക്ക് ഇങ്ങോട്ടും കിട്ടി. അങ്ങനെ ഒരു 55 ആളുകളെ വിളിച്ചിട്ട് ഇവർ കാട്ടിക്കണം. ഒരുപാട് ആയുധങ്ങൾ കൊടുത്തിട്ട് എൻ്റെ ആങ്ങളിനെ നിലത്തിട്ട് ചവിട്ടി ഉപദ്രവിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മളെ കയ്യിലുണ്ട്. കുട്ടികളെ ഉപദ്രവിച്ചതിലൊരു ക്ലിപ്പ് നമ്മളെ കയ്യിലുണ്ട്. അങ്ങനെ അവിടുന്ന് ഇതിൽ പോലീസിൻ്റെ അനാസ്ഥ, പോലീസല്ല CIനെയാണ് നമുക്ക് പരാതി പറയാനുള്ളത്. ഞാൻ പിറ്റേ ദിവസം തന്നെ നാട്ടിൽ പോലീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്ത് അവിടുന്ന് കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ ഉച്ചക്ക് 3:30 എന്നെ വിളിച്ചിട്ട് രാത്രി 10:30 മണി വരെ ഞാൻ അവിടെ ഇരുന്ന് CI സാറ് സംസാരിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് അവർ നമ്മളെ സംസാരിക്കാൻ നിൽക്കുക, നമ്മളത് കേൾക്കാൻ നിന്നില്ല. നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിക്കുക എന്നല്ലാതെ, ഇനി എൻ്റെ വാപ്പാനൊക്കെ അപമാനിച്ച് വിടുക എന്നല്ലാതെ നമ്മോട് സംസാരിക്കാൻ നിന്നില്ല. ആ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഇതിലുള്ള അവരെ തച്ച പ്രതികളവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാൾ വന്നിട്ട് എന്നെ തല്ലാൻ വന്നു. ആ തല്ലാൻ വന്ന ദൃശ്യം പോലെ CCTVയിൽ പതിഞ്ഞിട്ടുമുണ്ട്. അതിൽ നോക്കിയാൽ നമുക്കറിയാൻ കഴിയും എന്താണെന്നുള്ളത്. അങ്ങനെ ഇവരങ്ങനെ റിമാൻഡ് ചെയ്ത് നമ്മളെ ആ സമാധാനത്തിൽ പോകുന്ന അവിടുന്ന് ചൈൽഡിലൊക്കെ കംപ്ലൈൻ്റൊക്കെ കൊടുത്ത് നമ്മൾ പോകുന്ന പിറ്റേ ദിവസം ഈ പ്രതികളെ ഇവർ റിമാൻഡ് ചെയ്യുകയും പുറത്ത് ജാമ്യത്തിൽ ഇറക്കി വിടുകയും ചെയ്തു ഇവർ. ഇതേക്കുറിച്ച് അന്വേഷിച്ച നാട്ടുകൽ SHO തന്നോടും പിതാവിനോടും മോശമായി പെരുമാറിയതായും പരാതിയിൽ പറയുന്നുണ്ട്. കുട്ടികളെ മർദ്ദിച്ചയുടൻ തന്നെ 2 കുട്ടികൾ നാട്ടുകൽ സ്റ്റേഷനിലെത്തി പരാതി നൽകിയിട്ടും ഗൗരവമായി എടുത്തില്ലെന്നും പറയുന്നു. അപ്പൊ എന്താണ് നമുക്ക് ഇപ്പോഴത്തെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടതാണോ ഇത്? നാളെ ഒരു കുട്ടിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് കുറച്ച് ആൾക്കാർ കൂടെ ചെയ്താൽ അതോടുകൂടി അത് കഴിയും. പക്ഷെ നഷ്ടപ്പെടുന്നത് സ്വന്തം മാതാപിതാക്കൾക്കാണ്. അതിലെന്ത് വന്നാലും ഇത് എത്ര വരെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ പോയില്ല എങ്കിൽ ഞാൻ എൻ്റെ കുട്ടി ജീവൻ കൊടുക്കും. എന്നിട്ട് അതെന്താ വെച്ചാൽ ഒരു തെളിയിപ്പിക്കട്ടെ. ഇതിൽ മുഖ്യധാരന് CI ആണ്, നാട്ടിൽ പോലീസ് സ്റ്റേഷനിലെ CI ഹബീബുള്ള എന്ന് പറയുന്ന സാറാണ് ഇതിൻ്റെ എല്ലാ സൂത്രധാരനും. വേറെ ആരും എനിക്ക് സിയുടെ പേരിൽ നല്ല പരാതി ഉണ്ട്. അത്രയും എന്നെ ബുദ്ധിമുട്ടിച്ചിരിക്കണം. 6 വയസ്സുള്ളൊരു കുട്ടിനെയും കൊണ്ട് ഞാൻ അവിടെ പോയി. കുട്ടി ഉറക്കം തൂങ്ങി. ആ സമയത്ത് ഇരുന്നിട്ട് പോലും ഒരു പ്രാവശ്യം പോലും മൂപ്പര് മാന്യമായിട്ട് സംസാരിക്കാൻ തുനിഞ്ഞില്ല. മറ്റുള്ള പ്രതികളെ
നല്ല ആളുകളാക്കി എൻ്റെ കുട്ടികളെ രക്ഷിക്കാൻ പോയ എൻ്റെ ആങ്ങളപ്പോൾ വലിയ പ്രതിയായിട്ട് ഒരു തിരഞ്ഞെടുത്തു. അതിലൊരു പ്രതിനെ പോലും ഇപ്പോഴും പിടിച്ചിട്ടില്ല. ആ പ്രതിയാണിപ്പോൾ ഞങ്ങൾക്ക് തിരിഞ്ഞ് പരാതി കൊടുത്തിട്ടുള്ളത്. പോലീസിലും മറ്റും പരാതി നൽകിയതിന് കുട്ടികളെ ആക്രമിച്ച സംഘം ഭീഷണിപ്പെടുത്തുകയാണെന്നും വാർത്താ സമ്മേളനത്തിൽ പുളിക്കാടൻ സഫിയ, പുളിക്കാടൻ ജുബൈരിയ, പരിക്കേറ്റ കുട്ടികളായ മുഹമ്മദ് റിയാൻ, മുഹമ്മദ് റിഹാൽ എന്നിവർ പറഞ്ഞു. ചാനൽ 10 പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.